നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ദിനമായ ഇന്ന് പ്രവാസ ലോകത്തു നിന്നും അപകടത്തിൽ മലയാളികൾ മരിച്ച വാർത്തയാണ് പുറത്തുവരുന്നത്. ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണിത്. ദുബായിൽ നടന്ന അപകടത്തിൽ മലയാളി യുവാക്കൾക്കാണ് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. കാർ മരത്തിലിടിച്ച് 2 മലയാളി യുവാക്കൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് പ്രവാസ ലോകത്തു നിന്നും പുറത്തുവരുന്നത്. തിരുവനന്തപുരം കവടിയാർ കേശവസദനത്തിൽ അനന്തകുമാർ രാജേശ്വരി ദമ്പതികളുടെ മകൻ ശരത് കുമാർ, പട്ടാമ്പി സ്വദേശി കൃഷ്ണകുമാറിന്റെ മകൻ രോഹിത് എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3-ന് ജബൽ അലിയിലെ ഗാർഡൻസിലായിരുന്നു അപകടമുണ്ടായത്. അമേരിക്കയിൽ പഠിക്കുന്ന രോഹിത് കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ എത്തിയത്. ശരത്തിനെ കാണാൻ പോയി മടങ്ങുമ്പോഴായിരുന്നു സംഭവം നടന്നത്. തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടാതെ മലയാളി യുവാവ് റിയാദിൽ ഡ്രൈവിംഗിനിടെ കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ള വാർത്തയും പുറത്തുവരുന്നുണ്ട്. റിയാദ് ടാനി ശുദ്ധജല കമ്പനിയിലെ ഡ്രൈവറായിരുന്ന സിയാദാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. കുത്തിയതോട് കോതാട്ട് വെള്ളി കുഞ്ഞാമുവിന്റെയും റഹിമയുടെയും മകനാണ്. കമ്പനി ആവശ്യത്തിന് വാഹനത്തിൽ പോകുമ്പോഴാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ വാഹനം നിർത്തിയെങ്കിലും കുഴഞ്ഞു വീഴുകയായിരുന്നു. പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് വാഹനം കണ്ട് മറ്റു യാത്രക്കാർ പരിശോധന നടത്തിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യുവാവിനെ. ഖബറടക്കം റിയാദിൽ തന്നെ നടന്നു. നിസാനയാണ് ഭാര്യ. എന്തായാലും ക്രിസ്തുമസ് ദിനത്തിന്റെ ആഘോഷത്തിനിടെ പ്രവാസ ലോകത്തു നിന്നും ദാരുണാന്ത്യത്തിന്റെ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.